ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അൽഫ എജ്യുമേറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, നീ അവിടെ പോയിട്ടുണ്ടോ, നീ അത് ചെയ്തിട്ടുണ്ടോ, നീ അത് വാങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ നീ എത്ര തവണ പോയിട്ടുണ്ട്, നീ എത്ര തവണ അത് വാങ്ങിച്ചിട്ടുണ്ട്, നീ എത്ര തവണ അത് കഴിച്ചിട്ടുണ്ട്, ഈ ഒരു ടൈപ്പ് സെൻറ്റൻസുകൾ നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോ ഫസ്റ്റ് സെൻറ്റൻസ് പറയണം, നീ അവിടെ പോയിട്ടുണ്ടോ, നീ അവിടെ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. എങ്ങനെ നമുക്കിതിന് ഇംഗ്ലീഷിൽ ചോദിക്കാം പറഞ്ഞുതരാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഹാവ് പ്ലസ് V3 ഫോമാണ് കേട്ടോ. നമ്മളിതൊരു ക്വസ്റ്റ്യനിലാണല്ലേ ചോദിക്കുന്നത്, ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഓക്സിലറി വെർബിനെ കൊണ്ടുവരണം കേട്ടോ. കാരണം നമ്മളൊരു ക്വസ്റ്റ്യനിലാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ്റെ ടോണും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ടോൺ അത്യാവശ്യം കേട്ടോ. സോ നമുക്ക് പറഞ്ഞു നോക്കാം. നീ ഇവിടെ പോയിട്ടുണ്ടോ, ഹാവ് യു ഗോൺ ദർ എന്നാട്ടോ ചോദിക്കുക. ഹാവ് യു ഗോൺ ദർ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഹാവ് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാവ് യു ഗോൺ ദർ, നീ അവിടെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ മുമ്പ് നീ അവിടെ പോയിട്ടുണ്ടോ എന്നാണ് കേട്ടോ. ഹാവ് യു ഗോൺ ദർ, ഹാവ് വന്നുകൊണ്ട് തന്നെ നമ്മൾ വേർബിനെ തേർഡ് ഫോമിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. വേർബ് ഏതാണ് ഇവിടെ? ഗോ എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ് അല്ലേ. പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ആ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഗോൺ, അതായത് തേർഡ് ഫോമാണത് ഗോൺ. ഗോ പോകുക, വെൻറ്റ് പോയി, ഗോൺ പോയിട്ടുണ്ട് എന്നാട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചെന്താണ്, നീ അവിടെ പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഹാവ് യു ഗോൺ ദർ, നീ അവിടെ പോയിട്ടുണ്ടോ എന്നായിട്ടോ. അടുത്ത നമുക്ക് ചോദിക്കാം, നീ അത് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഹാവ് യു വെച്ചിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഹാവ് യു ചെയ്തിട്ടുണ്ടോ. ഇനി എന്താണ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ വേർബിനെ നമ്മൾ തേർഡ് ഫോമിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടോ എന്നാലേ ചോദിച്ചത്. അപ്പോൾ ചെയ്യുക എന്നുള്ള വേർബ് എന്താണ്? ഡു എന്നാണ് അല്ലേ. അപ്പോൾ ഡൂവിൻ്റെ മൂന്നാമത്തെ രൂപം എന്താണ്? ഡു, ഡിഡ്, ഡൺ എന്നാണ് അല്ലേ. ഡു, ഡിഡ്, ഡൺ. ഓക്കെ, അപ്പം ഹാവ് യു ഡൺ ഇറ്റ്, നീ അത് ചെയ്തിട്ടുണ്ടോ എന്നാട്ടോ. ഹാവ് യു ഡൺ ഇറ്റ്, ഹാവ് യു ചെയ്തിട്ടുണ്ടോ. എന്താണോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആ കാര്യത്തെ, അതായത് അതൊരു പ്രവൃത്തിയാണല്ലോ, ആ പ്രവൃത്തിയെ നമ്മൾ തേർഡ് ഫോമിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തേർഡ് ഫോം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ പണിയുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാട്ടോ. നീ അത് കഴിച്ചിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? ഹാവ് യു, അതേപോലെ തന്നെ കൊണ്ടുവരാം അല്ലേ. ഹാവ് യു വേർബ് എന്താണ്? കഴിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ കഴിക്കുക എന്നുള്ളതിൻ്റെ എന്താണ് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഈറ്റ് എന്നാണ് കേട്ടോ. ഈറ്റ്, ഈറ്റിൻ്റെ തേർഡ് ഫോം നോക്കിക്കേ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്നാട്ടോ. അപ്പോൾ ഹാവ് യു എയ്റ്റൺ ദീസ്. ഓക്കെ, അപ്പോൾ നീ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നായില്ലേ. ഹാവ് യു എയ്റ്റൺ ദീസ്, നീ ഇത് കഴിച്ചിട്ടുണ്ടോ. ക്ലിയർ ആയല്ലോ. അപ്പം കുറേ വേർബ്സ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ വേർബ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫോം പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ് ഫോമും തേർഡ് ഫോമും നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. കുറച്ചെണ്ണം അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ളത് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ വേഗം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ ചോദിക്കുകയാണ്, നീ എത്ര തവണ അവിടെ പോയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പം നമ്മൾ നീ പോയിട്ടുണ്ടോ എന്ന് പഠിച്ചല്ലോ അല്ലേ. നീ പോയിട്ടുണ്ടോ, നീ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നീ എത്ര തവണ അവിടെ പോയിട്ടുണ്ട് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര തവണ എന്നുള്ളത് മാത്രം മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര തവണ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹൗ മെനി ടൈംസ് എന്നാട്ടോ. ഹൗ മെനി ടൈംസ് എന്ന് വെച്ചാൽ എത്ര തവണ എന്നാട്ടോ. ഇനി നമുക്ക് നോക്കാം. ഹൗ മെനി ടൈംസ് ഹാവ് യു ഗോൺ ദർ, നീ എത്ര തവണ അവിടെ പോയിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് യു ഗോൺ ദർ. ഓക്കെ, അപ്പം നീ അവിടെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഹൗ മെനി ടൈംസ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഹൗ മെനി ടൈംസ് എത്ര തവണ. ഹൗ മെനി ടൈംസ് ഹാവ് യു ഗോൺ ദർ, നീ എത്ര തവണ അവിടെ പോയിട്ടുണ്ട് എന്നായിട്ടോ.
ഇനി നീ എത്ര തവണ അത് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ വേർബ് എന്താണ്? വാങ്ങിക്കുക എന്നുള്ളതാണ് വേർബ് അല്ലേ. വാങ്ങിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈ എന്നാണല്ലേ. അപ്പോൾ അതിൻ്റെ തേർഡ് ഫോമാണ് നമുക്ക് വേണ്ടത്. കാര്യം നമ്മൾ ഹൗ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. ഹൗ വരുമ്പോൾ എപ്പോഴും നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോം കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ബൈ വാങ്ങുക എന്നുള്ളതിൻ്റെ തേർഡ് ഫോം എന്താണ്? ബൈ, ബോട്ട് എന്നാട്ടോ. തേർഡ് ഫോമും സെക്കൻഡ് ഫോമും എന്താണ്? ബോട്ട് എന്ന് തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാ? ഹൗ മെനി ടൈംസ്, എത്ര തവണ, ഹാവ് യു ബോട്ട് ദീസ്, നീ എത്ര തവണ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് യു ബോട്ട് ഇറ്റ്, എത്ര തവണ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്നായില്ലേ. നെക്സ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ പറയാം. എത്ര തവണ നീ അവളെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം? എത്ര തവണ എന്നുള്ളതിന് നമുക്കറിയാം ഹൗ മെനി ടൈംസ് എന്നാ അല്ലേ. ഹൗ മെനി ടൈംസ്. പിന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് യു. ഹൗ മെനി ടൈംസ് ഹാവ് യു. ഈ വേർബ് എന്താണ്? വിളിക്കുക എന്നുള്ളതല്ലേ വേർബ്. നീ എത്ര തവണ അവളെ വിളിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ വിളിക്കുക എന്നുള്ള വേർബ് കോൾ എന്നാലേ. കോൾ എന്നുള്ള വേർബിൻ്റെ തേർഡ് ഫോം എന്താണ്? കോൾ, കോൾഡ് ആയിട്ട്. അപ്പോൾ കോൾഡ് തന്നെയാണ് ഇതിൻ്റെ തേർഡ് ഫോം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു നോക്കാം? ഹൗ മെനി ടൈംസ് ഹാവ് യു കോൾഡ് ഹർ എന്ന് വെച്ചാൽ നീ എത്ര തവണ അവളെ വിളിച്ചിട്ടുണ്ട് എന്നായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിന് ആൻസറായിട്ട് പറയാണ്. ഞാൻ 2 പ്രാവശ്യം അവളെ വിളിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് പറയാം? അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ എന്ന സബ്ജക്റ്റിനെ കൊണ്ടുവരാൻ കേട്ടോ. ഐ എന്നെടുത്തു. എന്നിട്ടോ ഹാവ്. ഓക്കെ, ഐ ഹാവ്, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നായിട്ടോ. എന്താ ചെയ്തത്? വിളിക്കലാണ് ചെയ്തത് അല്ലേ. ഞാൻ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഐ ഹാവ് എന്നോട് തന്നെ നമുക്ക് വേർബിൻ്റെ ഏത് ഫോം വേണം? തേർഡ് ഫോം വേണം അല്ലേ. ഐ ഹാവ് കോൾഡ്, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹർ, അവളെ. ഐ ഹാവ് കോൾഡ് ഹർ ട്വൈസ്, 2 പ്രാവശ്യം. ഓക്കെ, ഞാൻ 2 തവണ അവളെ വിളിച്ചിട്ടുണ്ട് എന്നായിട്ട്. ഐ ഹാവ് കോൾഡ് ഹർ ട്വൈസ്, ഞാൻ അവളെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഞാൻ അവളെ വിളിച്ചിട്ടേയില്ല. ഞാൻ ഇതുവരെ അവളെ വിളിച്ചിട്ടേയില്ല. എങ്ങനെ പറയാം? ഐ ഹാവിൻറ്റ്. നെഗറ്റീവ് ആട്ടോ, ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവാണ്. സോ ഐ ഹാവ് പ്ലസ് നോട്ട് വേണം കൊണ്ടുവരാനായിട്ട് കേട്ടോ. ഐ ഹാവ് നോട്ട്. ഓക്കെ, ഐ ഹാവ് നോട്ടിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം? ഐ ഹാവിൻറ്റ്, ഞാൻ ചെയ്തിട്ടില്ല എന്നായിട്ട്. ഐ ഹാവിൻറ്റ്, എന്ത് ചെയ്തിട്ടില്ല? കോൾ ചെയ്തിട്ടില്ല. ഐ ഹാവിൻറ്റ് വേർബിനെ തേർഡ് ഫോമിൽ കൊണ്ടുവരണേ. ഐ ഹാവിൻറ്റ് കോൾഡ് ഹർ, ഞാൻ അവളെ വിളിച്ചിട്ടില്ല. യെറ്റ് ഐ ഹാവിൻ കോൾഡ് ഹർ യെറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അവളെ വിളിച്ചിട്ടില്ല എന്നാട്ടോ. യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ എന്നുള്ള അർത്ഥമായിട്ടോ. ഐ ഹാവിൻ കോൾഡ് ഹർ യെറ്റ്, ഞാൻ ഇതുവരെ അവളെ വിളിച്ചിട്ടേ ഇല്ല. ഐ ഹാവിൻ കോൾഡ് ഹർ യെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക്